നമസ്കാരം. പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായും പത്രങ്ങളിലൊക്കെ ഉള്ള വാർത്ത മലപ്പുറത്ത് യുവതി പ്രസവവുമായി ബന്ധപ്പെട്ട് മരിച്ചത്, ആ വാർത്തയുടെ തുടർച്ചയൊക്കെയാണ്. ഇതിൽ ഈ പ്രതിയായ സിറാജുദ്ദീൻ അറസ്റ്റിലായതുകൊണ്ട് ഇയാൾക്ക് വലിയ അന്ധവിശ്വാസങ്ങളുണ്ട്, ഇയാൾക്ക് അത്തരത്തിലുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്. ഇതിൻ്റെയൊക്കെ വാർത്തകൾ വിശദമായിട്ട് തന്നെ പത്രങ്ങളുണ്ട്. ഇപ്പോൾ മനോരമയിലെ ഈ വാർത്ത ബിനു ശ്രദ്ധിച്ചിരുന്നോ? വീട്ടിലെ പ്രസവം, മരിച്ച യുവതിയുടെ ഭർത്താവ് അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത തുടങ്ങുന്നത്. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ആലപ്പുഴ വണ്ടാനം സ്വദേശിയും മലപ്പുറം വാടക വീട്ടിൽ താമസിക്കുന്ന, അതായത് ചട്ടിപ്പറമ്പ് എന്ന പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സിറാജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കമുള്ള വകുപ്പുകളിലാണ് കേസ്. മലപ്പുറം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മലപ്പുറം ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാവും? തീർച്ചയായിട്ടും. ഈ പല ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ പ്രസവം വീട്ടിലായിരുന്നു. അന്നത്തെ സൗകര്യങ്ങളുടെ അപര്യാപ്തതയൊക്കെയാണ്. പക്ഷേ ഇന്നത്തെ ഈ ആധുനിക സാങ്കേതിക വിദ്യ, അതോടൊപ്പം തന്നെ മെഡിക്കൽ രംഗത്തെ ആ പുരോഗതി, ഇതൊക്കെ തന്നെ, കാരണം ഒരു ഗർഭിണിയാവുന്ന ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം ഓരോ കെയറിങ്ങും വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, സ്കാനിങ് അടക്കം, അതോടൊപ്പം തന്നെ കഴിക്കുന്ന മരുന്നുകളടക്കം. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീട്ടിൽ വെച്ച് പ്രസവിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതെന്ന് പറയുമ്പോൾ അത് വലിയ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. അതായത് ബന്ധുക്കളുടെ ഒക്കെ മൊഴി എടുക്കേണ്ടി വരും. കാരണം ഇത് ഇത്തരത്തിൽ ഈ ഭർത്താവ് മാത്രമാണോ ഇതിൽ പ്രതി ചേർന്നിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഒരാൾ മാത്രം അത് തീരുമാനിക്കാനും പറ്റില്ലല്ലോ. ബന്ധുക്കളടക്കം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ യുവതിയുടെ വീട്ടുകാരും ഇക്കാര്യത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള അതിലൊക്കെ ഇനി പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ഇത് പ്രസവത്തിന് സഹായിച്ച ഒതുക്കുങ്ങൽ സ്വദേശി സ്ത്രീക്കെതിരെയും അന്വേഷണമുണ്ട്. നിലവിൽ സിറാജുദ്ദീൻ മാത്രമാണ് പ്രതി. ഇയാൾ സജീവമായുള്ള സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ സജീവമാണ്. കാരണം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അയാളുടെ ഈ ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ സൈബർ ടീമും നിരീക്ഷിക്കുന്നുണ്ട്. അന്ധവിശ്വാസത്തിലൊന്നിയും വൈദഗ്ധ്യമില്ലാത്തവരുടെ സഹായത്തോടെയുമുള്ള വീട്ടുപ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരെയും നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത് ആരും അറിയുക പോലും ഇല്ലായിരുന്നു. അതുമാത്രമല്ല, ഇത് പിന്നീട് അയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് വരെ പ്രചരിപ്പിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇയാളിപ്പം പറയുന്നതാണ്, അന്ധവിശ്വാസങ്ങളും വീട്ടിലെ പ്രസവം ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പ്രതി ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി ഉൾപ്പെട്ട ഇത്തരം നവമാധ്യമ ഗ്രൂപ്പുകളെ കുറിച്ച്, പ്രതിയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളെ കുറിച്ചൊക്കെ സൈബർ ടീം പോലീസിന്റെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഈ സിറാജുദ്ദീന്റെ ഭാര്യ, മരിച്ചുപോയ സ്ത്രീയാണ്, ഇവർ നേരത്തെ 2 പ്രസവം കഴിഞ്ഞു. അത് 2 ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആശുപത്രിയിൽ പോകാൻ ഇവർക്ക് താല്പര്യമില്ലെന്നും അവർക്ക് പേടിയാണെന്നും സിറാജുദ്ദീൻ പറഞ്ഞു ഫലിപ്പിച്ചു. ഇയാളുടെ അടുത്തൊരു സുഹൃത്തുണ്ട്, നൗഷാദ് പറയുന്നത് ഇയാളുടെ ഭാര്യയ്ക്ക് പോകാൻ പേടിയാണ്, ആശുപത്രിയിൽ പോകാനൊക്കെ. അപ്പം നൗഷാദ് പറഞ്ഞു, നീ അങ്ങനെ ചെയ്യരുത്, ഇവരെ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോകണമെന്നൊക്കെ നൗഷാദ് നിർബന്ധിച്ചു. പക്ഷേ സിറാജുദ്ദീൻ അതൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അയാൾ ചില അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടു. ഇയാളെ കുറിച്ച് ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ പോലീസ് പറയുന്നത് വിദ്യാഭ്യാസം വളരെ കുറവ്, 7ാം ക്ലാസ് വരെ മറ്റോ പഠിച്ചിട്ടുള്ളൂ. മതപരമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാൾ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അതുകൂടാതെ നരഹത്യ, തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങൾ ഈ സിറാജുദ്ദീനെതിരെ ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഭാര്യ അസ്മയെ വീട്ടിൽ വെച്ച് പ്രസവിപ്പിക്കുന്നതിന് മനഃപൂർവ്വം നിർബന്ധിച്ചു എന്നുള്ള കുറ്റവും ചുമത്തി. അപ്പോൾ പ്രസവത്തിൽ അസ്മ മരിച്ചതിനാൽ നരഹത്യയും പിന്നീട് തെളിവ് നശിപ്പിച്ചതിനാൽ ഈ കുറ്റവും ഇപ്പൊ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ സമൂഹം നോക്കി കാണേണ്ടതാണ്, അല്ലേ? അതെ. അത് മാത്രമല്ല, ഇപ്പോൾ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെടുക്കാൻ ജില്ലാ ഫോറൻസിക് ലാബ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചാഞ്ഞാലിലെ വീടും പരിസരവും ഒക്കെ പരിശോധിച്ചിട്ടുണ്ട്. മറുപിള്ളയുടെ ഭാഗമായുള്ള രക്തക്കറയും ഒക്കെ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ ഇത്തരത്തിൽ ഇതിൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ട് അത്തരത്തിൽ വൈദഗ്ധ്യം നേടി ഒരുപക്ഷെ ഇത് സമൂഹത്തിലൂടെ അറിയിക്കാനും, ഞാൻ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്ന തരത്തിലൊരു പ്രോത്സാഹനം കൊടുക്കാനുള്ളൊരു സാഹചര്യം കൂടിയാണ്. ഒരുപക്ഷെ ഈ ഇത്തരത്തിലുള്ള ചില അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാവാം. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇയാൾക്ക് സഹായം നൽകിയിട്ടുള്ളവരെ അടക്കം പരിശോധിക്കണം. കാരണം വാട്സാപ്പ് ഗ്രൂപ്പുകളുമായി ഇയാൾ നിരന്തരം കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇതിന് പിന്നിലുള്ളവരെ കൂടി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു ബാധ്യത പോലീസിനുണ്ട്. കാരണം ഇത്തരം സംഭവങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മൃതദേഹം കൊണ്ടുവരാൻ, അതായത് ആന്തരിക രക്തസ്രാവം ഒക്കെ ഉണ്ടായി വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഇയാൾ ആംബുലൻസിനെ വിളിക്കുന്നു. ഈ ആംബുലൻസിൻ്റെ ഡ്രൈവർ ഇപ്പോൾ നൽകിയ മൊഴി എന്ന് പറയുന്നത് തന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് വിളിച്ചു വരുത്തിയത്. അതായത് സിറാജുദ്ദീൻ ഉൾപ്പെട്ട നവമാധ്യമ കൂട്ടായ്മയുടെയൊക്കെ ഒരു പിന്തുണയോടുകൂടി വളരെ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആംബുലൻസ് വിളിച്ചു വരുന്നു. ഇങ്ങനെ വീട്ടിൽ വെച്ച് പ്രസവിച്ചത് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണെന്നൊന്നും ആംബുലൻസ് ഡ്രൈവറെ അറിയിച്ചില്ല. അപ്പോൾ അന്ധവിശ്വാസത്തിൻ്റെ ഇരയായിട്ട് ഈ അസ്മ ശരിക്കും മരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മതഗ്രന്ഥത്തിൽ പാണ്ഡിത്യമില്ലാത്ത അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീൻ
പിരിവിന് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. അപ്പം മന്ത്രവാദത്തിന്റെ മാതൃകയിൽ ജിന്നിനെ ഒഴിപ്പിക്കൽ, വീട്ടിലെ ദുരിതങ്ങൾ മാറ്റൽ തുടങ്ങിയ സിദ്ധികൾ സ്വയം പ്രചരിപ്പിച്ച് വീട്ടിലെ പ്രസവം എല്ലാവരും മാതൃകയാക്കണമെന്നാണ് ഇയാളുടെ ഉപദേശം. ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ പറയാണ്. അപ്പൊ ആധുനിക കാലത്ത് ഈ പ്രസവം പോലെയുള്ള കാര്യങ്ങൾ അത് വളരെ ഗൗരവത്തോടെ കണ്ടാണ്. അത് ആശുപത്രിയിൽ തന്നെ ചെയ്യണം. അതിനുള്ള എല്ലാ സൗകര്യവും സർക്കാർ ആശുപത്രികളിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഓരോ സാമ്പത്തിക സ്ഥിതി ഓരോ ആശുപത്രിയെ സമീപിക്കാം. അപ്പൊ ഇയാൾ ശരിക്കും തെറ്റായ ഒരു സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് എന്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ് നടത്തിയത്, ഇത് തന്നെ ഇയാൾ വേണേൽ ഷൂട്ട് ചെയ്തിട്ട് പുറത്ത് പ്രചരിപ്പിക്കാമല്ലോ, ഇതായിരിക്കും. അപ്പൊ അന്ധവിശ്വാസങ്ങളെ ഇത്ര മുറുകെ പിടിക്കുന്ന ഇതുപോലുള്ള ആളുകളെ, ഈ മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ അല്ലെങ്കിൽ ആ പള്ളിയിലുള്ള ആൾക്കാരൊക്കെ തന്നെ തള്ളി പറയണം. ഇത്തരം ആളുകൾ തെറ്റായ ഒരു മാതൃക പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ വരും തലമുറയെ കൂടി അവരെ അന്ധവിശ്വാസത്തിലേക്ക് എത്തിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രസവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടാവാം. ഇതിലിപ്പോൾ മരണം സംഭവിച്ചതുകൊണ്ടാണ് ഇതിപ്പോൾ പൊതുജനത്തിന് പുറത്തേക്ക് വന്നത്. കേരളീയ പൊതുസമൂഹം പോലും അറിഞ്ഞത് ഈ മരണം നടന്നതുകൊണ്ടാണ്. പക്ഷേ ഇത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാവാം. ഇത്തരത്തിൽ ഈ മതവിഭാഗത്തിൽപ്പെട്ട ഇവരുടെ ചില ആളുകൾ ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവാം. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ അവരിൽ നിന്ന് ഒരു ഇത് ഉൾക്കൊണ്ടിട്ടാവാം ഒരുപക്ഷെ ഈ സിറാജുദ്ദീനും ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് കടന്നത്. ഒരുപക്ഷെ ഇയാളുടെ ഭാര്യ നന്നായി പ്രസവിക്കുകയും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്താൽ ഇദ്ദേഹം ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ഒപ്പം ഇത് അവർക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. നമുക്കറിയാം, ഇപ്പം പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ തട്ടിപ്പുകൾക്കും ജനങ്ങൾ വിധേയമാകുന്നുണ്ട്. പല പല തട്ടിപ്പുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. എത്ര തവണ അത് കിട്ടിയാലും അവർ വീണ്ടും അതിലേക്ക് ചെന്ന് വീഴുന്നുണ്ട്. പല തരത്തിലുള്ള തട്ടിപ്പുകളുണ്ടല്ലോ. ഇപ്പോൾ അതിലെല്ലാം നമുക്കറിയാം, ഈ പാതിവില തട്ടിപ്പടക്കമുള്ള തട്ടിപ്പ്. സ്വാഭാവികമായും ഈ അന്ധവിശ്വാസത്തിന്റെ പിടിയിൽ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകാം. അയാൾ അത്തരത്തിൽ ഇതിൽ ചെന്ന് പെട്ടതാകാം. ഇത് മറഞ്ഞിരിക്കുന്നുണ്ടാവാം ഇവരൊക്കെ തന്നെ. അതെ. ഇപ്പൊ ഈ ആസ്മയുടെ ഈ പ്രസവത്തിൽ ഒരു വയറ്റാട്ടിയുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. ഈ വയറ്റാട്ടി ഉൾപ്പെടെയുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ പെരുമ്പാവൂരിലേക്ക് മൃതദേഹം പിന്നീട് ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോകാൻ ഇയാളുടെ കൂടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഇവരെ കുറിച്ചും അന്വേഷിക്കണം. അപ്പൊ അന്ധവിശ്വാസങ്ങളും പ്രസവമൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ അതിനകത്ത് ചെയ്ത ആ ബന്ധങ്ങളുണ്ട്. ഇയാൾ കുറെ പേരെ സൃഷ്ടിച്ചല്ലോ, അവരുടെ ഒരു നിലപാട് എന്താ? ഇതൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കേണ്ടതാണ്. മാത്രമല്ല, പ്രതി മറ്റിടപാടുകൾ നടത്തിയിട്ടുണ്ടോ അതേക്കുറിച്ചും അന്വേഷിക്കണം. അപ്പൊ ആരോഗ്യ വകുപ്പിന്റെ സേവനവും പോലീസ് ഇപ്പൊ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി തെളിവെടുപ്പ് നടത്തിയാൽ മാത്രമേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റൂ. എന്തായാലും സിറാജിന്റെ ഈ ഒരു നിലപാടുകൾ പൊതുസമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഏതാണ്ട് ആൺകുഞ്ഞിന്റെ പ്രസവം എടുത്തത് നേരത്തെ സിറാജുദ്ദീനാണ്. അന്ന് 400 കണ്ട് കുട്ടിക്ക് ഭാരം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. പക്ഷേ നൗഷാദ് എന്ന് പറയുന്ന സുഹൃത്ത് പറയുന്നത് 2 പ്രസവവും നടത്തിയ ആശുപത്രിയിലാണ്. അപ്പൊ ഇയാൾ പറയുന്നതിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. അപ്പൊ ഇയാള് അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി മടവൂർ കാഫില എന്ന യൂട്യൂബ് ചാനലിൽ നടത്തുന്നുണ്ട്. അതിലെ വരുമാനം കൊണ്ട് അടുത്തിടെ ബെൻസ് കാർ വരെ സ്വന്തമാക്കിയിരുന്നു. അപ്പം വരുമാനമൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പം ഈ പൈസ വണ്ടി ഉണ്ടെങ്കിലും അതിന് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായി. അപ്പൊ ഇയാൾക്ക് കുറെ പൈസ ഒരിടത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. തെറ്റായ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ ഫോളോ ചെയ്യാൻ ഇപ്പോഴും ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പൊ എന്ത് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാലും അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ ഇത് ഇങ്ങനെയാണ്. നമ്മൾ പഴയ നൂറ്റാണ്ടിലേക്ക് പോകണം. പണ്ട് ആശുപത്രിയിൽ ഇല്ലായിരുന്നല്ലോ, അന്ന് വീട്ടിലല്ലേ ഇതൊക്കെ എടുത്തത്, അന്ന് വയറ്റാട്ടിയുടെ സഹായം ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് ഇയാൾ പറയുകയാണ് സ്വന്തം ഭാര്യയ്ക്ക് ആശുപത്രി പോകാൻ പേടിയാ, പ്രസവിക്കാൻ പേടിയാ. സത്യത്തിൽ അവർ ഒരുപാട് കരഞ്ഞു പറഞ്ഞാണ് എന്നെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട്. എന്നിട്ടും ഇയാളുടെ സ്വാർത്ഥതയാണ് ഇതിനെല്ലാം കാരണമായിട്ട് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നെന്ന് പറഞ്ഞാൽ, ഇപ്പം സിനുജി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പം പാവപ്പെട്ടവർക്കാണെങ്കിൽ പോലും സർക്കാർ ആശുപത്രികളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. കുഞ്ഞിനെയും അമ്മയും വീട്ടിലെത്തിക്കുന്ന അടക്കമുള്ള പദ്ധതികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ ഈ ഒരു പ്രസവം ഇപ്പോൾ സാധാരണ ഒരു സർക്കാർ ഒരു സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയോളമൊക്കെ ആകും. പക്ഷേ സർക്കാർ ആശുപത്രിയിൽ ഇങ്ങോട്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇങ്ങോട്ട് പൈസ കിട്ടുന്ന, പ്രസവം കഴിയുമ്പോൾ പെൺകുഞ്ഞാണെങ്കിൽ അങ്ങനെ ഒരു കണക്ക് വെച്ച് പൈസ കിട്ടുന്ന സംവിധാനം വരെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പൊതുസമൂഹത്തിന് പാവപ്പെട്ടവരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അവർക്ക് കഴിയുന്ന വിധത്തിലുള്ള ആശുപത്രികളുണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും പ്രയോജനപ്പെടുത്താതെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഒരു മരണത്തിലേക്ക്, അതായത് ഇപ്പോൾ ഈ യുവതിയും ആ കുഞ്ഞും മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. 2 ജീവനാണ് അവിടെ പൊലിഞ്ഞത്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഈ പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ അവർ പറയുന്നത്, അതായത് ഈ മറുപിള്ള പ്ലാസന്റ എന്ന് പറയുന്നതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ ജില്ലാ ഫോറൻസിക് ലാബ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചാഞ്ഞാലിലെ വീടും പരിസരവും പരിശോധിച്ചു. മറുപിള്ളയുടെ ഭാഗമായ കലകളും രക്തക്കറയും ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അപ്പോൾ നിർണായകമായ ചില സൂചനകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഉള്ളത് ഇയാൾ സജീവമായി നിൽക്കുന്ന ഈ സമൂഹ മാധ്യമ ഗ്രൂപ്പിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അത് സൈബർ ടീം നിരീക്ഷിച്ചിട്ട് അതിലുള്ള ഓരോരുത്തരും അന്ധവിശ്വാസത്തിൽ
പ്രസവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണോ, അതുപോലെ വൈദഗ്ധ്യമില്ലാത്തവരുടെ സഹായത്തോടെ ഇനിയും വീട്ടുപ്രസവങ്ങൾ നടത്തുക. കാരണം ഈ ഗ്രൂപ്പിലുള്ളവർ ഇത് അനുകരിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ പ്രവർത്തനം ഉണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് കൂടെ അന്വേഷണം പോകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾ അന്ധവിശ്വാസിയാകുന്നു, അതുമൂലം അയാളുടെ ഭാര്യ മരിക്കുന്നു, ജനിക്കാൻ പോയ അല്ലെങ്കിൽ ഒരു നവജാത ശിശു ഇല്ലാതാകും, 2 ജീവനുകളെ ഇല്ലാതാക്കിയിട്ട് ഇയാൾ എന്താ നേടിയത്? അപ്പോൾ ഇയാൾക്കൊരു സോഷ്യൽ മീഡിയ ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ നടത്തിയിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും 2 പേരുടെ കൊലപാതകത്തിനിടയാക്കി എന്ന് നമുക്ക് പറഞ്ഞു നിർത്തേണ്ടി വരും അല്ലേ? ചുരുക്കം പറഞ്ഞാൽ ഈ യുവതിയുടെ ഭർത്താവ് ഇപ്പം സിറാജുദ്ദീൻ അറസ്റ്റിലാണ്. ഇയാളെ തെളിവെടുപ്പൊക്കെ നടത്തി കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിക്കുമ്പോഴാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.